എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അവരുടെ ഡിമാൻഡുണ്ട്. ഇന്നൊരു സ്കില്ലുള്ള ഒരാൾ മതി എൻ്റെ ഹോസ്പിറ്റലിൽ, അങ്ങനെ ഒരാൾ വർക്ക് ചെയ്താലേ കറക്റ്റ് ആവത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് എംപ്ലോയേഴ്സിനും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ആളിനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തും. അപ്പോൾ കേരളത്തിൽ തന്നെ പല ഹോസ്പിറ്റൽസും നമ്മുടെ സ്റ്റുഡൻസിനെ മാത്രം ഹയർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അതെ, അതായത് ഇവർക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് മുതൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അയാളുടെ അസുഖമൊക്കെ അയാൾക്ക് സുഖമായി, അയാൾ പോയി ഒരു റിവ്യൂ ചെക്കപ്പ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. നമ്മളുടെ ഒരു പേഷ്യൻ്റ് ID നമ്പറുമായിട്ടാണ് ചെല്ലുന്നത്. വേറെ നമുക്കിപ്പം എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽസ് ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അതെ, നമ്മളുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ത്രൂ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത്.